ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അയില കൊണ്ടുള്ള ഒരു മസാലക്കറിയാണ്. അയില ഞാനിവിടെ വെട്ടി ക്ലീൻ ചെയ്ത് ഇതേപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല തയ്യാറാക്കാനായിട്ട് ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, 2 പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ വേണ്ടത് ഒരു വലിയ പഴുത്ത തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികൾ ആയിട്ട് 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 സ്പൂൺ ഗരം മസാലയാണ്. അത് നമ്മൾ ഇപ്പോൾ ചേർക്കത്തില്ല. അപ്പോൾ കറി വെക്കാനായിട്ട് ഇതേ ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്തിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളം വേണ്ട. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ഗ്രേവി ഇരിക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീനിൽ ഉപ്പ് പിടിക്കത്തക്ക രീതിയിലുള്ള ഉപ്പ് ആവശ്യത്തിന് നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അയില ഇട്ട് കൊടുക്കാം. അയിലയെല്ലാം ഇതേപോലെ ഇട്ട് കൊടുക്കണം. ഇനി ഇത് ഒരു സൈഡ് വെന്തതിന് ശേഷം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഇതേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മീഡിയം തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് തീ ഇട്ട് കഴിഞ്ഞാൽ ഇത് അടിക്ക് പിടിക്കും. അപ്പോൾ എല്ലാം ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി തിളച്ച് അരപ്പൊക്കെ നന്നായി കുറുകി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. തവി കൊണ്ട് ഇളക്കാൻ പാടില്ല, മീൻ ഉടഞ്ഞു പോവും. അങ്ങനെ നമ്മുടെ അയില മസാല ഈ ഒരു പരുവത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണിത്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം.